ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ലോ എൻഡ് PC-യിൽ ഫ്രീ ഫയർ കയറ്റുക എന്നാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ നേരെ നമ്മുടെ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിലേക്ക് പോകുമ്പം ബ്ലൂസ്റ്റാക്സ് 5 ഉണ്ട്. ബ്ലൂസ്റ്റാക്സ് 5 ആണ് കിട്ടുന്നുണ്ട്. ബ്ലൂസ്റ്റാക്സിൽ ആദ്യത്തെ ലിങ്കിൽ പിടിച്ച് നിൽക്കുക. ബ്ലൂസ്റ്റാക്സ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ PC പോവുക. അപ്പം ഡൗൺലോഡ്സിനകത്ത് ബ്ലൂസ്റ്റാക്സ് ഇൻസ്റ്റാൾഡെന്ന് കിടക്കണ കാണാം. അപ്പം അതിന് നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. എസ് കൊടുക്കുക. എസ് കൊടുക്കാൻ വരെ എസ് കൊടുക്കുക. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു 700 MB ഒരു ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഈ സാധനം വരും. അപ്പം നേരെ അതിലേക്ക് കൊടുക്കുക. അത് നോക്കുമ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ലോ എൻഡ് PC ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ആ സെറ്റിങ്സ് ഇട്ടാൽ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. എൻ്റെ ഇപ്പോൾ PC 4 GB RAM ആണ്, i3 പ്രോസസ്സറാണ്. വലിയ കാര്യമായിട്ട് ഹീറ്റാകുന്നൊന്നുമില്ല. ചില PC-യിലൊക്കെ ആണെങ്കിൽ അപ്പോഴേ ഭയങ്കര കത്തലായിരിക്കും. നേരെ സെറ്റിങ്സിൽ പോവുക. നന്നായി വരും കേട്ടോ. ഇതുണ്ട് ഞാൻ ഇട്ടേക്കണ കണ്ടോ. ഈ CPU ഈ ത്രെഡ് കോറാണെങ്കിൽ 2 കോർ മീഡിയം. ഇനി മെമ്മറിയുടെ ആണെങ്കിൽ കസ്റ്റം കൊടുത്തിട്ട് ഈ ഒരു ഇത് എന്നിട്ട് ലോ മെമ്മറി കൊടുക്കാവുള്ളൂ. കാരണം ഹൈ മെമ്മറി എടുത്താൽ പ്രോസസ്സർ ഭയങ്കര ചൂടാവുകയും ചെയ്യും, ഭയങ്കര ഇതാവും. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ ഇതുപോലെ ഇടുക. ഇതും മറ്റേ ഡയറക്റ്റ് പെർഫോമൻസ് ഇടുക. ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം ശരിയാക്കിയാൽ മതി, ഇങ്ങനെ സെറ്റാവും. അത് കഴിഞ്ഞ് നേരെ ഇടയ്ക്ക് ലാഗൊക്കെയുണ്ട്. ക്ലിയർ ഓട് ചെയ്യട്ടെ. ക്ലിയർ ഓട് ചെയ്തിട്ടുണ്ട്. ഇതേപ്പായിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫോൺ, ഇതൊരു എമുലേറ്റർ ആണ്. ഇതുപോലത്തെ കുറെ എമുലേറ്റർ ഉണ്ട്. ബ്ലൂസ്റ്റാക്സ് ഉണ്ട്, പിന്നെ മെമു പ്ലെയർ ഉണ്ട്, LD പ്ലെയർ ഉണ്ട്. LD പ്ലെയർ ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് നമ്മൾ ഈ ഫോൺ പോലെയാണ്. ഇത് നേരെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി സൈനപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫ്രീ ഫയർ മാച്ച് എടുത്ത് നമ്മൾ ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പം ഈ സെറ്റിങ്സ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നല്ല FPS തന്നെ കിട്ടി, ഫ്രെയിം റേറ്റ് തന്നെ കിട്ടി, നന്നായിട്ട് കളിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ 0 ആണെങ്കിൽ കാണിക്കണമെങ്കിൽ എൻ്റെ ഇപ്പം 0 ആയിരിക്കും കാണിക്കുന്നത്. അത് FPS-ൻ്റെ ആ കൗണ്ടർ സ്റ്റക്ക് ആയിക്കണെയാണ്. അപ്പം ഇതൊരു 98 FPS ഈ ലോ എൻഡ് PC കിട്ടണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, പിന്നെ നമ്മളെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം എല്ലാവരും ഇന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ലോ എൻഡ് ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കളയല്ലേ, നിങ്ങളത് വെച്ച് കളിക്കുക, സെറ്റാക്കുക. അപ്പം ബൈ.